ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്ര മന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി $52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. യുഎസ് താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി സിഐഐ ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. അഹമ്മദാബാദ് മെട്രോ വിപുലീകരണത്തിന് 2169 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 5 സ്റ്റേഷനുകളുള്ള 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती, जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में. രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ $32.08 ബില്യൺ ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ $52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം കെഎസ്ആർടിസിക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധസേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. भारतीय प्रशासनिक सेवा केवल एक नौकरी नहीं है, ये भारत के संविधान, लोकतंत्र और जन कल्याण के लिए आपके आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും 2ാം റൌണ്ടിൽ കടന്നു. 1ാം റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാൻഡ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14ാമത് പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3ാം ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3ാം ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് CNGക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റാ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. Mi-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൌണ്ടേഷൻ ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി $52.55 ബില്യൺ കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം.
കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.